ഫിറോസ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിറോസിന് അറിയുന്ന പോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് കൺസൾട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒട്ടനവധി ഓൺടർപ്രണേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലേണിങ്സും ഒരുപാട് ഇൻസൈറ്റ്സും ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഇത് ആളുകളിലേക്ക് എങ്ങനെ നമുക്ക് പാസ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ആളുകളിലേക്ക് എങ്ങനെ കൊടുക്കാം, അങ്ങനെ ഒരു എന്താ പറയുക ചിന്തയിലാണ് ഈ പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിതിന് ഹൗ എന്നാണ് പേരിട്ടിരിക്കുന്നത്, ഹൗ ഇൻ ബിസിനസ്. അപ്പോൾ അത് ഇൻ ടേംസ് ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നതായിക്കോട്ടെ, കൊണ്ടുപോകുന്നതായിക്കോട്ടെ, വർക്ക് ലൈഫ് ബാലൻസ് ആയിക്കോട്ടെ, ഈ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ഒരു പേർപ്പസ് ആയിട്ടുള്ളത്. ഇതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. വളരെ കാഷ്വൽ ആയിട്ട് ഇൻട്രാക്ഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഇൻ ദിസ് പോഡ്കാസ്റ്റ്. സോ ലെറ്റ്സ് ബിഗിൻ. യെസ് ദീപേഷ്, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഇങ്ങനെ ഒരു നല്ലൊരു തോട്ടാണിത്. തീർച്ചയായും നമ്മളിപ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് നമുക്ക് ഷെയർ ചെയ്യാം, പിന്നെ ഇത് കാണുന്നവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ. യെസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ അസ്. ഞാൻ എപ്പോഴും ഈ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഫോർമലായിട്ടുള്ള മീറ്റിങ്ങുകളിലോ ഇൻട്രാക്ഷനോ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടും ഈ 1-to-1 ഡിസ്കഷനുകൾ, ഇപ്പോൾ നമ്മൾ ഓൺടർപ്രണേഴ്സുമായിട്ടുള്ള 1-to-1 ഡിസ്കഷനുകളിൽ അവരവരുടെ ലൈഫിനെ പറ്റി പറയാറുണ്ട്, അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി പറയാറുണ്ട്. ഇത് പലപ്പോഴും ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവുന്നതല്ല. അപ്പം പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ലേണിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്, നല്ല ലേണിങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പക്ഷേ അതൊരു ഫോർമലൈസ്ഡ് മെക്കാനിസത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ആളുകൾ പ്ലാൻഡ് ആയിരിക്കും, വളരെ സ്ട്രക്ചറായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉത്തരങ്ങൾ പറയുന്ന സ്ട്രക്ചറായിട്ടായിരിക്കും. നമുക്ക് വളരെ കാഷ്വലായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം ഞാൻ ഫിറോസിന്റെ മനസ്സിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രോജക്റ്റുകൾ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ഉപരിയായിട്ട് ഞാൻ ഫിറോസിൽ കണ്ട അഡ്മയർ ചെയ്തൊരു കാര്യം, നിങ്ങൾ ലൈഫിനെ അപ്രോച്ച് ചെയ്ത രീതിയാണ്. നിങ്ങൾ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുന്നതായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു അവിടെയാണ് ഈ കോണ്ടെക്സ്റ്റ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത്. ഇപ്പം ഫിറോസ് ശ്രദ്ധിച്ച് കാണും, റീസെൻ്റ്ലി ഉണ്ടായ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം നാരായണമൂർത്തിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, എത്ര മണിക്കൂർ ആളുകൾ പണിയെടുക്കണം. അതുപോലെ തന്നെ അത് ചേർന്നുകൊണ്ട് തന്നെ LNT ചെയർമാൻ്റെ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഇത്ര മണിക്കൂർ ആളുകൾ വർക്ക് ചെയ്യണം. അപ്പം അതൊരു വലിയ ഡിബേറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വർക്ക് ലൈഫ് ബാലൻസ് ഓൺടർപ്രണേഴ്സിലത്തെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം ഞാൻ നിങ്ങളെ നോക്കുന്ന സമയത്ത്, ഫിറോസിനെ നോക്കുന്ന സമയത്ത് ഞാൻ അഡ്മയർ ചെയ്തിട്ടുള്ള കാര്യമാണ്, നിങ്ങളത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. കാരണം വർക്ക് അല്ലെങ്കിൽ പ്രൊഫഷൻ, ഓർഗനൈസേഷൻ ഒരു സൈഡിൽ നടക്കുന്നപ്പോൾ തന്നെ അതേപോലെ തന്നെ അതേ ഡെപ്തിൽ പേഴ്സണൽ ലൈഫ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് ഹൗ ടു ഡു വർക്ക് ലൈഫ് ബാലൻസ് ഫോർ ഓൺടർപ്രണേഴ്സ് എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ടു ഫൈൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ഫോർ ഓൺടർപ്രണേഴ്സ് എന്നുള്ളത്. എങ്ങനെയാണ്, വാട്ട് യു തിങ്ക്, എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്? ഫിറോസ് അങ്ങനെ കാണുന്നത് തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഓൺടർപ്രണർ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഓൺടർപ്രണറിയൽ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ കാണുന്ന രീതിയിലെ സംഭവങ്ങൾ കാണാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഇന്ന രീതിയിലേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കത് ഗ്രോത്തിനൊരു പരിധിയുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ട് വേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ടീം ബിൽഡിങ്ങിലാണ്. ഒരു കമ്പനി അറിയാലോ, നല്ലൊരു ടീം നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ്. അങ്ങനെ ബൈ ഗോഡ്സ് ബ്ലെസ്സിങ്സ്, അതല്ലെങ്കിൽ നല്ലൊരു നമ്മൾ ആദ്യം തന്നെ ഫോം ചെയ്ത രീതിയിലാവട്ടെ, നമുക്കൊരു നല്ലൊരു ടീം കമ്പനിയിലുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് ഡീസെൻട്രലൈസ്ഡ് ആണല്ലോ, സെൻട്രലൈസ്ഡ് അല്ല, ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങൾ നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും, അതല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും മൈക്രോ മാനേജ് ഞാൻ ചെയ്യാറില്ല, പിന്നെ കൂടുതൽ ടെൻഷൻ എടുക്കാറില്ല. നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങി, വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ് ആൻഡ് പിന്നെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൈക്രോ മാനേജ് ചെയ്യാതിരിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക, പിന്നെ ചെറിയ കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കാതിരിക്കുക. കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? അതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോളിലുണ്ട്, ചില കാര്യങ്ങൾ നമ്മളെ കൺട്രോളിലില്ല. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടേതായ ഒരു ഹാപ്പിനെസ്സിനാണ്. പിന്നെ കുറേ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരെ ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് നല്ലൊരു സർക്കിൾ, അങ്ങനെ ഒരു നല്ല സർക്കിൾ ഉണ്ടെങ്കിൽ അവരായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ എല്ലാത്തിനും സമയം നമ്മൾ കണ്ടെത്തും.